ഭഗവദ്ധർമ്മകഥനം എന്നുടെ ധർമ്മങ്ങളെ വർണ്ണിച്ചിടുന്നു കേൾക്കാം. എന്നുടെ ധർമ്മത്തിനാൽ മാനവൻ ശ്രദ്ധയോടും ജയിച്ചു കൂടാതൊരു മൃത്യുവേ ജയിക്കുന്നു. ജയിപ്പാൻ സർവകർമ്മം എങ്കലർപ്പണം ചെയ്തു മെല്ലവേ മനനം കൊണ്ടെന്റെ ധർമാത്മാവിങ്കൽ നന്നായി മനോരഥനായിട്ടു തന്നെ സർവകർമ്മങ്ങൾ ചെയ്തു പുണ്യദേശമാശ്രിതനായി നിർമ്മല ഭക്തന്മാരാം സാധുക്കളോടും കൂടി ദേവദൈതേയ നരന്മാരിൽ ഭക്തന്മാരായി കേവല ചരിതത്താൽ സത്രത്താൽ വേറായെനിക്കായിക്കൊണ്ട് ഉത്സവങ്ങളെ ചെയ്യുകയും ഗീതം നൃത്തം ആദിയായി മഹാരാജ വൈഭവ വിഭൂതിയാൽ സേവിക്കാം. സർവഭൂതത്തിങ്കലും എന്നെ തന്നെ വ്യോമം പോലകംപുരം സർവത്ര വ്യാപ്തമായി പൂർണ്ണമായി കണ്ടു മലവിച്ഛിന്നാശയനായി കാണേണം ആത്മാവിനെ ആത്മനാ സർവം തത്വം. ഇങ്ങനെ സർവഭൂതങ്ങളെയും മൽഭാവത്തിൽ ഒന്നായി കാണും നേരം ദ്വൈതഭേദവും ഇല്ല. സർവവും ഞാനായി കാണും ഭാവസംയുക്തനായി സർവവും ജയിച്ചറിഞ്ഞ് അന്യമില്ല എന്നു കണ്ട് കേവല ജ്ഞാനം അത് തന്നെയും പ്രാപിക്കേണം. ബ്രാഹ്മണങ്കലും ചണ്ടാലങ്കലും സൂര്യനെ ഇപ്പോൾ സമദൃക്കായി കണ്ട് വിദ്വാനായി നരന്മാരിൽ ഏറ്റവും നൽഭാവനാൽ അഹങ്കാരങ്ങൾ നീക്കി മുറ്റീടം ഭക്ത്യാ